എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ നോക്ക്, നമ്മുടെ മുമ്പിൽ കുറെ കോഴിക്കാലുകൾ ഇരിക്കട്ടെ, കോഴിക്കാലുകൾ. അപ്പൊ ഈ കോഴിക്കാല് എന്താ പരിപാടി? സമൂസ. അത് ഇത്രയധികം കോഴിക്കാല് വെച്ചിട്ട് അല്ലേ? അപ്പൊ ഇന്ന് കോഴിനെ നമ്മള് കട്ടിച്ച് വലിച്ചെടുക്കും. അപ്പൊ സാധാരണ സമൂസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാടമുട്ട സമൂസ, മുട്ട സമൂസ, ചിക്കൻ നമ്മൾ ഉണ്ടാക്കണത് ചിക്കൻ ഉണ്ട്, ഉണ്ട്. പക്ഷെ ഇന്ന് കോഴിക്കാല് സമൂസ, നല്ല കോഴിയുടെ കാല് വെച്ചിട്ടുള്ള സമൂസയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ പണി തുടങ്ങിയാലോ മച്ചാന്മാരെ? അപ്പൊ നമ്മുടെ കോഴി നോക്കുകയാണെങ്കിലേ ഓൾറെഡി നമ്മുടെ കാലൊക്കെ നല്ല രീതിക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും പോട്രീസ് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. കോഴി, താറാവ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ വെട്ടി കഴുകി കഴിയുമ്പോൾ അത് എന്താ പറയുക, കണ്ടാമിനേറ്റഡ് ആവുകയാണ്. അതായത് ഇതിൽ ബാക്ടീരിയസ് ഒക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. പക്ഷെ നമ്മൾ ഒരു തവണ കഴുകി എടുത്തിട്ടുണ്ട്, നമ്മൾ കുറേ തവണ ഇട്ട് കഴുകിയായിരുന്നു മുമ്പൊക്കെ. പക്ഷെ അത് നമ്മൾ ചെയ്തിരുന്ന മിസ്റ്റേക്കാണ്. പിന്നീട് നമ്മൾ അറിയുമ്പോൾ അതൊക്കെ തിരുത്തണം എന്നാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കോഴിക്കാലുകളൊക്കെ ഇനി നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല രീതിക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനുള്ള പരിപാടി നോക്കാം. അപ്പം മച്ചാന്മാരെ നമ്മുടെ മസാലപ്പൊടികൾ ഇടാനുള്ള പരിപാടി നോക്കാം. അപ്പം നമ്മുടെ മുളക് പൊടിയും തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടി എടുത്ത് നേരെ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഇനി ഗരം മസാല പൊടിച്ചത്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ, പിന്നീട് നമ്മളിതൊക്കെ ആഡ് ചെയ്യുവേ. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇനി ഇതേ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി ഇതേ നമ്മുടെ കൈ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇളക്കൽ തിരുമ്മൽ പരിപാടികൾ തുടങ്ങുകയാണേ. അപ്പോൾ നമ്മളിട്ട മസാലയൊക്കെ നല്ല രീതിക്ക് ചിക്കനിൽ പിടിക്കാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതേ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് സെറ്റിലാകാൻ വെക്കണം. ഇപ്പോൾ മച്ചാനെ ഇതേ പുറകിൽ നോക്കിയേ, നമ്മുടെ വീടിൻ്റെ അടുത്ത് പോത്തൊക്കെ വന്നിട്ടുണ്ട്. പോത്ത് കയറി കിടക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാനുള്ള പരിപാടികൾ നോക്കാം. മസാലയൊക്കെ നല്ല രീതിക്ക് എല്ലായിടത്തേക്കും മിക്സ് ആയി എത്തണം കേട്ടോ. നല്ല മണം വരുന്നുണ്ട് മസാലയുടെയൊക്കെ. ശരിക്കും ഈ കാലുമേക്ക് മസാലയൊക്കെ പിടിച്ച് വരണം കേട്ടോ. അതുവരെ ഇതേ നമ്മളിങ്ങനെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇനി നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാണ്. ഓൾറെഡി നമ്മുടെ സ്റ്റൗ ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്നും ചൂടായിട്ട് വരട്ടെ. അപ്പം ഇനി നമ്മുടെ ചിക്കൻ വേവിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മള്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മസാലയൊക്കെ തേച്ച് വെച്ച നമ്മുടെ ചിക്കൻ സെറ്റിൽ ആവാനായിട്ട് വെച്ചായിരുന്നു. ആദ്യം നമ്മൾ പടപ്പത്ത് കയറ്റിക്കേണ്ട ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാട്ടാ. ഇരുന്നങ്ങോട്ട് വേവട്ടെ, എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി. ഡെയിലി നമ്മുടെ ചിക്കൻ സമൂസയ്ക്ക് അരിച്ചിലുള്ള സാധനങ്ങൾ നോക്കാട്ടോ. അപ്പൊ നമ്മളിതേ സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ക്യാരറ്റും ഗ്രീൻ പീസും നമ്മൾ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാൻ അരിച്ചില്. അപ്പോൾ നമ്മുടെ തൊലി കളഞ്ഞു വെച്ചാൽ ഉണ്ട സവാള എടുത്ത് നേരെ കുനാന്ന് അരിയാനുള്ള പരിപാടി നോക്കാട്ടോ നമുക്ക്. അപ്പോൾ ആദ്യം നമ്മളിത് ഇതേപോലെ വരിട്ട് കൊടുത്തിട്ട്, അപ്പോൾ ആദ്യം നമ്മുടെ സവാള അരിച്ചിൽ തീർത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാട്ടാ. ഇനി അരിഞ്ഞു വെച്ച സവാളനെ നമുക്ക് തട്ടി മാറ്റാട്ടാ. ഇനി നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാട്ടാ. നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഞെട്ടൊക്കെ അരിഞ്ഞ് മാറ്റാട്ടാ. ഇനി നമുക്കിത് കുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ പച്ച ക്യാപ്സിക്കം ഇതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം 2 കളർ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാട്ടാ. ഇനി നമ്മുടെ ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഇതേ കുറച്ച് വെളുത്തുള്ളി എടുത്ത് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാട്ടാ. പിന്നെ വെച്ചാണേ 3 കത്തി വെച്ചിട്ട് വെളുത്തുള്ളി അരിയാണിട്ടുണ്ടാ. ഇപ്പം കാട്ടിത്തരാട്ടാ. ബാ 3 കത്തി വയ്ക്കുന്നു. പിന്നെ കുന അരിയണം നമ്മൾ. അങ്ങനെ നമ്മുടെ അരിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാട്ടാ. ഓ അടിപൊളി, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ. നോക്കി, കണ്ട അടിപൊളി. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഇറക്കി വെച്ചിട്ട് നമുക്കിത് ഷ്രെഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വേവിച്ചത് ഇനി നേരെ നമ്മൾ തട്ടാണ്. അടിപൊളി, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനെ നമ്മൾ
ഇറച്ചി വേറെ, എല്ല് വേറെ, അതിൻ്റെ മജ്ജ വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇതേ ഒരു കാലെടുത്തിട്ട് ഉണ്ട്, അതിൻ്റെ മീറ്റില്ലേ, നല്ല വെന്ത മീറ്റ് നമ്മളെടുത്ത് ഇങ്ങനെ മാറ്റാം. ആഹാ കണ്ട, നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതേ മീൻ്റെ കണ്ട ഈ മജ്ജ പോർഷനല്ലേ, ഇത് നമ്മൾ വേറെയാണ് ഇടുന്നത്. നമുക്കാണെങ്കിൽ കറിയൊക്കെ വയ്ക്കുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ല് വേറെയൊക്കെ ഇടാം. ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്ന മെയിൻ മീറ്റ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. കണ്ടാ നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കാലൊക്കെ ഇങ്ങനെ ഇരിക്കണാണെങ്കിലേ സത്യം പറഞ്ഞാൽ കൊതി വിടാൻ പറ്റുള്ള. കണ്ടാ ഒരു കാലെടുത്തിട്ട് ഇങ്ങനെ നല്ല പഞ്ഞി പോലെ ഇവിടെ മക്കൾ ഓരോരുത്തർ കഴിക്കുക, എന്നിട്ട് ചെയ്യാം. എന്താ ടേസ്റ്റ് രവി, സൂപ്പർ. ഓരോരുത്തർ കഴിച്ചോക്കടാ. കഴിക്കാം. ഇത് ഫുൾ സൈഡ് കോഴിയാ പ്രവണേ, നോക്കിയാടാ എന്ത് രസമായിട്ടാ കോഴിക്കാലിരിക്കണേന്ന്. നമ്മൾ ഞെക്കുമ്പോഴേക്കും കണ്ട, ഓ കണ്ട കണ്ട കണ്ട, കോഴിക്കാലേ കാലേ കാലേ. ഓ ശരിക്കല്ലേ, ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഭയങ്കര കൊതിയാകുന്നുണ്ടാവില്ലേ കോഴിക്കാലൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ ബിരിയാണിയുടെ ഒക്കെ ഒപ്പം കാല് കിട്ടി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ശരിക്കും കോഴിക്കാലൊക്കെ ഓരോന്നും ഒരുമിച്ച് കഴിച്ചു തുടങ്ങിയത്. പിന്നെ വീട്ടിൽ ചെറുപ്പത്തിൽ പിള്ളേർക്ക് അങ്ങനെ ഒറ്റക്കാലായിട്ടൊന്നും കൊടുക്കൂലല്ലോ. അത് വീട്ടിലിങ്ങനെ കാരണന്മാർക്കും അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, വീട്ടിലിനി വയ്ക്കുമ്പോൾ ഞാനായിരിക്കും കാലൊക്കെ തിന്നണത്. വീട്ടിൽ മറിയമ്മയ്ക്ക് കഴുത്ത്, ചിറക് ഇതൊക്കെ കൊടുക്കും. യോ വലുതാവുമ്പോട്ട് നമ്മ പ്രായാവൂലേ, അപ്പം അറിയാമോ എന്ത് ചെയ്യും, കഴുത്ത് ഇതൊക്കെ നമുക്ക് വരും. എന്നിട്ട് നമ്മളെ കൊതിപ്പിച്ചിട്ട് അപ്പം നമ്മൾ മറ്റേ കിടക്കലൊക്കെ പോലെ ഒരു കുഞ്ഞിക്കാല് അതൊക്കെ ഇത് ഇപ്പോഴാ പിള്ളേർക്ക് കൊടുത്താൽ വലുതാവുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കാലൊക്കെ തരുമോ? പിന്നെ കാല് മട്ടിക്ക് തൊഴിക്കുമെന്ന്. എന്ത് സോഫ്റ്റായില്ലേ മീറ്റ്. എൻ്റെ അമ്മ, ഞാൻ ഇത്ര സോഫ്റ്റായിട്ടുള്ള മീറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. മച്ചാനെ ഒരു മാജിക് കാണിച്ചേ. ഇപ്പോൾ കോഴിക്ക് ഇറച്ചിയില്ലേ, എല്ല് മാത്രമായി പാവം. അങ്ങനത്തെ നമ്മുടെ ഓരോ കാലുകളായിട്ട് നമ്മൾ സെറ്റാക്കി ഇതേ തീരാറായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കോഴി മുട്ടയിടുന്നത്, അപ്പം ആ കോഴിക്ക് അടിയിരിക്കാനുള്ള മുട്ടയല്ലേ അത്. നമ്മൾ നാണില്ലാണ്ട് അതിൻ്റെ മുമ്പിൽ തന്നെ വെച്ചാൽ കോഴി മുട്ട എടുത്തുകൊണ്ട് പോകണം. അപ്പം നമ്മളെ പറ്റിയുള്ള അവരുടെ മനോഭാവം എന്നിട്ടായിരിക്കും. ശരിക്കും നമ്മളൊരു കള്ളനായിട്ട് അല്ലെങ്കിൽ ഒരു ദുഷ്ടനായിട്ടല്ലേ ശരി നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ. അപ്പം ആദ്യമേ ആ കോഴീനെ നമ്മൾ കറി വയ്ക്കണം, എന്നിട്ടേ മുട്ട എടുക്കാവും. അപ്പം നമ്മളെ പറ്റി ഒരു അവബോധം അതിന് വരില്ല. അങ്ങനെ നമ്മുടെ വർത്താനമൊക്കെ പറഞ്ഞ് പടപടാന്ന് നമ്മുടെ കോഴിക്കാലുകൾ നമ്മൾ അടർത്തിയെടുക്കുന്ന പരിപാടികൾ തീർന്നുകൊണ്ടിരിക്കേണ്ട. ഇതിന് വർത്താനം പറഞ്ഞ് ചെയ്തുള്ള ഗുണം. പിന്നെ നമ്മൾ തന്നെയുള്ള കഴിക്കണേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളെ പിള്ളേരും. അപ്പോൾ ഇനി ഒരു 3-4 കാലം കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാട്ടെ. അങ്ങനെ നമ്മുടെ അവസാനത്തെ കോഴിക്കാല് ഇതുകൂടി നമ്മളെടുത്ത് ഇതിനെ ഇറച്ചി പിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കാൽ പിരിക്കുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനത്തെ നമ്മുടെ മാറ്റി വെച്ച മീറ്റിനെ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം കേട്ടോ. ആയി നോക്കി, നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് മീറ്റ് മാത്രമായിട്ടേ. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ എല്ല് ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാനുള്ളതാണേ. അപ്പൊ ഇനി മച്ചാമാരെ നമ്മുടെ സമൂസയ്ക്കുള്ള മസാലയുടെ പരിപാടികൾ നമ്മൾ നോക്കാണ്. അപ്പൊ ഇത് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ വേണം. അപ്പൊ ഇത് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാട്ടാ. നമുക്കൊന്ന് ചെറുതായിട്ട് ബ്രൗണിലേക്ക് എത്തണ്ട, എന്നൊന്ന് വഴന്ന് വരണം. ലേശം ഉപ്പിട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാട്ടാ. ഇനി നമ്മുടെ
ക്യാപ്സിക്കും തക്കാളിയും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് വളർന്നു വരുന്നവരെ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സാധനം ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കുനുകുന അരിഞ്ഞ ക്യാരറ്റും അതുപോലെ നമ്മുടെ പച്ച പട്ടാണി, അതായത് പച്ച ഗ്രീൻ പീസും നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മുടെ മസാലയിലേക്ക് വേണ്ട കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു എരിവ് വേണേ, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഗരം മസാല, കുറച്ച് മതി നമുക്ക്. ഇനി ഇതേ സ്വല്പം ഉപ്പ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മുളക് പൊടി. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ തട്ടിക്കോ. ഓ ആയി കണ്ട, നമ്മുടെ മസാലയിലേക്ക് ചിക്കൻ എത്തിയിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മസാല സെറ്റായി വരണേ. അപ്പോൾ നമ്മുടെ ചിക്കനും മസാലയും കൂടി ഇനി നല്ലോണം മിക്സായി വരണേ. അതുവരെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ നോക്കിയ മക്കളെ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പ്രവീണേ, നമ്മുടെ മസാല റെഡി ആയിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാറ്റുകയാണേ. കണ്ടോ, മിക്സ് നല്ല അടിപൊളിയായിട്ടുണ്ടേ. നല്ലൊരു മണം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമ്മുടെ സമൂസ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സമൂസ ഒട്ടിക്കാനുള്ള പശ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കുറച്ച് മൈദ എടുത്തിട്ട് നമ്മളിത് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു പശ പരുവത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്ത് നമുക്കിത് ഒട്ടിക്കാനുള്ളൊരു പശ പരുവത്തിലേക്ക് ആക്കിയെടുക്കാട്ടെ. അതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ റോള് മടക്കാനുള്ള നേരെ അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോവുകയാണേ. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കുഞ്ഞി സ്പൂണാണ് നമ്മൾ ഫില്ലിങ് ഇടുന്നത്. കണ്ട, ഫില്ലിങ് ഇടുന്നു. നമ്മുടെ കോഴിക്കുട്ടൻ്റെ എല്ല് ഇതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുത്ത് നമുക്ക് ഒട്ടിക്കണം കേട്ടോ. ആഹാ, ഇനി നമ്മുടെ മൈദ കലക്കി വെച്ച പശ എടുത്ത് ഇത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാം. കണ്ട, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ സമൂസ സെറ്റാക്കി എടുക്കുന്നത്. ഇനി ഇത് നേരെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എണ്ണയിലിട്ട് വറക്കാനുള്ളതാണേ. അപ്പോൾ അത് ഇനി ചടപടാന്ന് നമ്മുടെ സമൂസ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂസ മൊത്തം ഉണ്ടാക്കി തീരുമ്പോഴേക്കും ഇന്ന് രാത്രിയാവേ. അപ്പോൾ കോണ് കുത്തുന്നു, നേരെ ഫില്ലിങ് ഇടുന്നു. ഫില്ലിങ് ഇട്ട് കഴിഞ്ഞാൽ കോഴിക്കാല് എല്ല് വെക്കുന്നു. എന്നിട്ട് മടക്കി എടുക്കുന്നു, ഒട്ടിക്കുന്നു. ഇതന്നെ പരിപാടി കേട്ടാ. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നു. കണ്ട, നല്ല അടിപൊളി പശ, മൈദപ്പശ. അങ്ങനത്തെ നമ്മുടെ സമൂസ ഷീറ്റും മടക്കൽ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു പകുതിയോളം സമൂസ നമ്മൾ സെറ്റാക്കിയത്. ഇവിടെ നോക്കി, ഇവിടെ പാത്രത്തിലുണ്ട്. ഇവിടെ 3-4 വെച്ചൊക്കെ മുകളിൽ അടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നോക്കി, അവിടെ പാത്രത്തിലായിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ പിന്നെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫില്ലിങ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ എല്ല് വയ്ക്കുന്നത്. എല്ല് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് ഫില്ലിങ് ഒക്കെ ഇട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മടക്കി എടുക്കുന്നത്. കണ്ട, ഇതേപോലെ നമ്മൾ മടക്കി കണ്ട് എടുക്കും. പശ എടുക്കുന്നു, തേക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് തേമ്പിയിട്ട് വാവ് ഒട്ടിച്ച് കഴിഞ്ഞാൽ മൂസ റെഡി. എടുക്കുക, ഫില്ല് ചെയ്യുക, പശ ഇടുക, തേക്കുക, ഒട്ടിക്കുക. കണ്ട, ഇത്രയുള്ള പരിപാടി. അമ്പോ കണ്ട, ഉണ്ടാക്കി നിറക്കുകയാണ്. ചില ഉറുമ്പുകളന്മാർ ഇത് കട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവരൊക്കെ നമുക്ക് ഓടിച്ചളയണം. അപ്പം
മച്ചാന്മാരെ നോക്ക് നമ്മുടെ എണ്ണയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സമൂസ എടുത്ത് നമ്മൾ വറക്കാനായിട്ട് ഇടുകയാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇത് എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതേ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ടേ. കണ്ട നല്ല രസമായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ സമൂസ. അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത റൗണ്ട് ഇടാനായിട്ട് കയ്യിലേക്ക് സമൂസകളൊക്കെ ഇറക്കി വയ്ക്കുകയാണേ. കണ്ട ഇതുപോലെ ആക്കിയിട്ട് നേരെ നമ്മൾ കൊണ്ടുവന്ന് എണ്ണയിലേക്ക് ഒരു ഇടലാണ്. എണ്ണയിൽ മുങ്ങി കിടന്ന് അങ്ങനെ സെറ്റായി കിട്ടും നമ്മുടെ സമൂസ. കണ്ടാ കോഴിക്കാല് സമൂസ റെഡി ആവും മോനെ. അയ്യാ മോനെ കണ്ട 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 സെറ്റായി വന്ന കണ്ട. ഓ അടിപൊളി അടിപൊളി അടിപൊളി. കണ്ട നമ്മുടെ സമൂസ ഇനി ഇങ്ങനെ കിടന്ന് നല്ല പരുവത്തിലേക്ക് ആവണം കേട്ടോ. കണ്ട 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 കണ്ട. ഓ സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇതേ നമ്മുടെ സമൂസ കുട്ടനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ നേരമായി. അപ്പോൾ അതേ നമ്മുടെ അടുത്ത റൗണ്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എന്ന് വെച്ചാൽ ചിക്കനും അതുപോലെ തന്നെ മസാലയൊക്കെ നമ്മൾ നല്ലോണം കുക്കാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കാണ്ട് നമുക്ക് നല്ല രസമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫ്ലെയിം ആക്കിയിട്ട് നേരെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് എണ്ണ കയറാതെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുമേ. കണ്ട ഇപ്പോൾ പതിയെ ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നത് കണ്ട. അതെ സെറ്റായിക്കൊണ്ടിരിക്കണ്ടേ. കണ്ട കണ്ട ഈ കളറല്ല, നമുക്ക് ഇത്തിരി ഡാർക്കാക്കി എടുക്കണേ. അപ്പോൾ ദേ നമ്മുടെ അടുത്ത റൗണ്ടും റെഡി ആയിട്ടുണ്ടേ. ഇതേ നമ്മുടെ ഓരോ റൗണ്ടുകളായിട്ട് ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് നമ്മുടെ അവസാനത്തെ കോഴിക്കാലുകളും വറുത്ത് കോരി എടുത്തിട്ടുണ്ടേ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ചുട്ടെടുത്ത കോഴിക്കാല് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിച്ചു നോക്കണ്ടേ നമുക്ക്. അപ്പം നല്ലൊരു കോഴിക്കാല് സമൂസ ഏതെടുക്കും? നിങ്ങൾ നേരത്തെ കഴിച്ചോല്ലേ, ഇതാണ് കള്ളന്മാരാണ് എന്നെ കൂട്ടാണ്ട് കഴിച്ചു. അപ്പം ഇത് നല്ല കോഴിക്കാല് സമൂസ ഇത് ഇങ്ങനെ ഇരിക്കും. ഇതെടുത്തിട്ട് മോനെ കിടു സാധനം ഒരു കോഴി ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കില്ല. വേറെ മൂട് സാധനം അല്ലേ, സൂപ്പർ സാധനം വിത്ത് ഹൈ പ്രോട്ടീൻ. ഓവറായിട്ട് മസാല ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ സാധനം. ഉപ്പും കുരുമുളകും കുറച്ച് മസാല പച്ചക്കറിയൊക്കെ ഇട്ടുണ്ടാക്കിയാണ്. സംഭവം സൂപ്പറായി. സ്വർഗം സ്വർഗം സ്വർഗം. ഇങ്ങനെ കടിച്ച് അവസാനത്തെ ബൈറ്റ് എടുക്കണ്ട എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ എത്ര അമത്തിയാന്ന് പറയോ? 5-മത്തെയാ. ഇത് ഒരു രക്ഷയിലെന്ന് പറഞ്ഞ രക്ഷിക്കാത്ത സാധനം. നോക്കി കടിക്കുമ്പോൾ ആ ഒരു ക്രിസ്മസ് സൗണ്ട് വരും. സൂപ്പർ മഴ ഉണ്ട്. പോയി അപ്പം മച്ചന്മാരെ ഇത് നമ്മുടെ പരിപാടിയൊക്കെ സെറ്റായി കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും നല്ല മഴ അല്ലേ? നോക്കിയേ. കാരണം ക്രിസ്മസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പ്രവീൺ പറഞ്ഞിപ്പോ ഉണ്ടാക്കിയാണ് വാക്കണ്ട. നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ മരുമുരപ്പുള്ള സാധനം ക്രിസ്മസ് ഉണ്ടെന്ന് പറയണം. ക്രിസ്മസ് ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും വീട്ടിൽ ഒരു തവണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനമുണ്ട്. ഇനിയിപ്പോൾ കോഴിയുടെ കാല് കിട്ടിയില്ലെങ്കിൽ ഒന്നും വേണ്ടെന്ന് വെച്ചോ.
സ്റ്റിക്ക് അല്ലേ വടി മതി ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചാലും മതി. അപ്പൊ എന്തായാലും മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഇപ്പൊ മഴ കാരണം നമ്മുടെ സമൂസ മൊത്തം ഉണ്ടാക്കിയത് ഒരുമിച്ച് വെച്ച് കാണിക്കാനൊക്കെ പറ്റിയെന്ന് അറിയില്ല. പ്രവീൺ മച്ചാൻ അങ്ങനെ പരാതി പറയണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ പ്രവീൺ അതുപോലെ ടീം ഫോട്ടോക്കിനോടൊപ്പം It's me, Gio Joseph, signing out!